ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 174 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയാം. യെശയ്യാവ് 14 മുതൽ 17 വരെ, എഫേസ്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം, ഉപയോഗശൂന്യമായ ഉണങ്ങിയ മരക്കൊമ്പ് പോലെ എറിഞ്ഞു കളയുന്നത് ആരെ എന്നുള്ളതായിരുന്നു ഉത്തരം. ബാബേൽ രാജാവിനെ കേട്ടോ. യെശയ്യാവ് 14:4-19 വാക്യങ്ങളിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഉഷ്ണം, ഫലങ്ങൾ എന്നീ വാക്കുകളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു വാക്ക് ഏത്? ഉത്തരം വേനൽ കനികൾ. യെശയ്യാവ് 16:9 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ ഉഷ്ണം എന്നുള്ളത് വേനൽ, ഫലങ്ങൾ എന്നുള്ളത് കനികൾ എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മോവാബിലെ 2 പട്ടണങ്ങൾക്ക് ഒരുപോലെയുള്ള നാശം സംഭവിച്ചു. പട്ടണങ്ങൾ ഏവ, നാശം എന്ത്? ഉത്തരം പട്ടണങ്ങൾ ആർ പട്ടണം, കീർ പട്ടണം. നാശം 2 പട്ടണങ്ങളും ഒരു രാത്രിയിൽ നശിച്ച് ശൂന്യമായി എന്നുള്ളതാണ്. യെശയ്യാവ് 15:1 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, 2 പട്ടണങ്ങളുടെ പേരിന്റെ തുടക്കം ബൈബിളിലെ ഒരു രാജാവിന്റെ ഭാര്യയുടെ പേരോടുകൂടെയാണ്. പട്ടണങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരു ക്ലൂവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അധ്യായം 2 റെഫറൻസ് ആണെന്നുള്ളത് കേട്ടോ. ഉത്തരം പട്ടണങ്ങൾ എഗ്ലയും എഗ്ലത്ത്. യെശയ്യാവ് 15:5-8 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ദാവീദിന്റെ ഭാര്യയുടെ പേര് എഗ്ല എന്നുള്ളതാണ്. 2 ശമൂവേൽ 3:5 നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാദരക്ഷയാക്കേണ്ടത് എന്തിനെ എന്നുള്ളതായിരുന്നു ഉത്തരം സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കത്തെ. എഫേസ്യർ 6:15 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എത്ര പേർക്ക് ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറയുന്നു. യെശയ്യാവ് 18 മുതൽ 21 വരെ, ഫിലിപ്പിയർ 1-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ പോർഷൻസ് നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.